നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരായ പരാതിയിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യവാങ്മൂലത്തിൽ പിഴവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് നിർദ്ദേശം നൽകി. കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ശരത്ത്, ഇന്നലെയാണ് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. സംസ്ഥാനത്തും പരാതി ഉയരുകയും ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം? എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് പരിശോധിക്കുക? ബിനിൽ, രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വത്ത് വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. 8000 കോടി രൂപയോളം സ്വത്തിന് ഉടമയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ തനിക്ക് 36 കോടി രൂപ മാത്രമാണ് സ്വത്തുക്കൾ ഉള്ളത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്നതുമായിരുന്നു നേരത്തെ കോൺഗ്രസ് കേരളത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ ആ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സമീപിച്ച വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി സംഘം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കാണുകയും വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനകൾക്ക് തീരുമാനമെടുത്തിരിക്കുകയാണ്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിനോട് ഈ സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വസ്തുതാപരമാണോ എന്നത് പരിശോധിക്കണം എന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ പരിശോധന പൂർത്തിയാക്കണം എന്നുള്ള ഒരു വാക്കാൽ നിർദ്ദേശം ലഭിച്ചു എന്നത് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ട് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത്. ഈ നാമനിർദ്ദേശ പത്രികയിൽ 8000 കോടിയോളം സ്വത്തുള്ള വ്യക്തിയുടെ പ്രൈവറ്റ് ജെറ്റ്, അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തുക്കളായ വാഹനങ്ങൾ, അതുപോലെ തന്നെ വീടുകൾ, ഇതിൻ്റെ ഒന്നും വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് ജുപ്പിറ്റർ ഗ്രൂപ്പാണ്. ആ ജുപ്പിറ്റർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളല്ല അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പകരം സബ്സിഡിയറി കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ നാമനിർദ്ദേശ പത്രികയിൽ നിന്ന് മറച്ചുപിടിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയിട്ടുള്ള സ്വത്ത് വിവരങ്ങളുടെ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പരിശോധിക്കുക. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.